Good afternoon, children. We are going to start a new lesson that is अपनी समझ का उपयोग. अपनी समझ का उपयोग करना. ഉപयोग means use. अपनी समझ. നമ്മുടെ സ്വന്തം ബുദ്ധി. Our own intellect. മനസ്സിലായോ? അത് ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് യൂസിങ് അവർ ഓൺ ഇൻ്റലക്റ്റ്. നമ്മളുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ കോമൺ സെൻസ് യൂസ് ചെയ്യുക പറയില്ലേ, അതിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. ലെറ്റ് us start. एक धोबी था രംഗൻ. ധോബി മീൻസ് വാഷർമാൻ, അലക്കണ ആള്, ഡ്രസ്സൊക്കെ അലക്കണ ആള്. അയാളുടെ പേരെന്താണ്? രംഗൻ. उसका बेटा था स्वामी. So धोबी का नाम रंगन and बेटा का नाम स्वामी. Okay. दोनों बाजार गए. बाजार means market. Both went to the market. एक गधा खरीदा. खरीदा പറഞ്ഞ വാങ്ങ, buy. എന്തിനെ വാങ്ങിയത്? ഗധ, ഡോങ്കി. ഒരു ഡോങ്കിനെ വാങ്ങി. उसका नाम रखा रंगा. കഴുതയ്ക്ക് ഒരു പേര് വെച്ചു, ഡോങ്കിക്ക് ഒരു പേര് വെച്ചു, രംഗ. ഓക്കെ. തീനോ അപ്നെ ഗാവ് കി ഓർ ചൽ പടേ. ഗാവ് മീൻസ് വില്ലേജ്. മൂന്ന് പേരും കൂടെ എവിടേക്കാ വന്നത്? അവനവന്റെ വില്ലേജിലേക്ക്. അപ്പൊ വില്ലേജിൽ നിന്നാണ് ബാസാറിൽ പോയിട്ട് ഗധേനെ വാങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ അവര് തിരിച്ച് അവരുടെ ഗ്രാമത്തിലേക്ക് വരാൻ തുടങ്ങി. ഗാവ് ബഹുത് ദൂർ ദാ. അവരുടെ വില്ലേജ് ഫാറായിരുന്നു, ഒരുപാട് ദൂരത്തിലുള്ളതായിരുന്നു. രാസ്തേ മേ, രാസ്ത മീൻസ് വഴി, വഴിയില്. രാസ്തേ മേ കൈ ഓർ ഗാവ് പട്ടേ ദേ. ഓൺ ദ വേ ബാക്ക് ദേ ഹാവ് ടു ക്രോസ് മെനി അതർ വില്ലേജസ്. ഓക്കെ. ഉനെ പാർ കർണ ദാ. പാർ കർണ മീൻസ് ക്രോസ്. അപ്പൊ അവരെ വില്ലേജ് ഒരുപാട് ദൂരമുണ്ട്, കുറെ വില്ലേജ് കടന്നിട്ട് വേണം അവരെ വില്ലേജിലെത്താനായിട്ട്. പഹ്ലെ ഗാവ് മേ കുച്ച് ലോഗ് മിലെ. പഹ്ലെ പറഞ്ഞ, പഹ്ല പറഞ്ഞ എന്താണ്? ഫസ്റ്റ്. ഫസ്റ്റ് വില്ലേജിലെ കുച്ച് ലോഗ് മിലെ. ദേ മെറ്റ് വിത്ത് സം പീപ്പിൾ. ഓക്കെ. ഓൺ ദ വേ ബാക്ക് ടു ദെയർ വില്ലേജ് ദേ മെറ്റ് സം പീപ്പിൾ ഇൻ ദ ഫസ്റ്റ് വില്ലേജ്. ഉൻമേ സേ एक बोला, ये दोनों बेवकूफ थे, साथ में गधा है, फिर भी पैदल जा रहे हैं. അപ്പൊ തിരിച്ചു നടക്കുമ്പോൾ ഫസ്റ്റ് വില്ലേജിലുള്ള കുറച്ച് ആൾക്കാരെ കണ്ടുമുട്ടി. ഉന്മേ സേ ഏക് ബോല. ആ കണ്ടുമുട്ടിയിലെ കുറച്ച് ഒരാൾ എന്ത് പറഞ്ഞു? യേ ദോനോ ബേവ്കൂഫ് കെ. ഇവര് രണ്ടുപേരും ഫൂൾസ് ആണ്. ദേ ആർ ഡൂയിങ് ഫൂളിഷ് തിങ്. വൈ? സാത്ത് മേ ഗധാ ഹെ. കൂട്ടത്തിൽ ഒരു ഡോങ്കി ഉണ്ട്. ഫിർ ബി പൈദൽ ജാ രഹേ ഹെ. കൂടെ ഒരു ഡോങ്കി ഉണ്ടായിട്ട് പോലും രണ്ടുപേരും നടക്കുകയാണ്. ഇവര് രണ്ടുപേരും ബുദ്ധുവാണ്. ഓക്കെ. രംഗനെ സുന തോ വഹ് രുക് ഗയ. അപ്പൊ ഫസ്റ്റ് വില്ലേജിലുള്ള അവിടുത്തെ വില്ലേജ് പീപ്പിൾ ആണ് ഇത് പറഞ്ഞത്. കിസ്നെ സുന? രംഗനെ. ധോബിനെ സുന ആൻഡ് ഹി സ്റ്റോപ്ഡ് വാക്കിംഗ്. ഓക്കെ. ഉസ്നെ സ്വാമി കോ ഗദേ പർ ബിടാ ദിയ. അവിടെ നിന്നിട്ട് എന്ത് ചെയ്തു? മോനെ പിടിച്ചിട്ട് ആ ഡോങ്കിയുടെ മേലെ ഇരുത്തി. ഓക്കെ. ഫിർ വേ ദോനോ ദൂസരെ ഗാവ് പഹുഞ്ചി. അപ്പൊ അവരെ വില്ലേജ് ഒരുപാട് ദൂരെയാണ്, കുറെ വില്ലേജുകൾ കടക്കാനുണ്ട്. അപ്പൊ അങ്ങനെ അവര് രണ്ടുപേരും കൂടെ നടന്നിട്ട് രണ്ടാമത്തെ വില്ലേജിലെത്തി. വഹ ഏക് ആദ്മി ബോല. അപ്പൊ അവിടെ എത്തിയപ്പോ ഇതേപോലെ കുറെ വില്ലേജ് പീപ്പിൾ ഉണ്ടാവുമല്ലോ. ദേ ഹാവ് ടു ക്രോസ് ദ ടൗൺ. ആ ടൗൺ നടക്കുമ്പോ പ്രത്യേകിച്ച് ടൗൺ അല്ല, വില്ലേജ് ആണത്. അപ്പൊ ആ വില്ലേജിന്റെ ആ ഭാഗത്ത് എത്തുമ്പോൾ അവർക്ക് ഓരോരോ വില്ലേജ് കടക്കേണ്ടി വരുമ്പോ അതിൽ ഓരോ സ്ഥലത്തും വില്ലേജ് പീപ്പിൾ ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് വില്ലേജിലെ ആൾക്കാരാണ് എന്ത് പറഞ്ഞത്? രണ്ടും ബുദ്ധൂസ് ആണ്. ഒരു കഴുത കൂടെ ഉണ്ടായിട്ടും രണ്ടുപേരും നടക്കണു. അപ്പൊ എന്ത് ചെയ്തു? മകനെ പിടിച്ചിട്ട് കഴുത പുറത്തെത്തി. സെക്കൻഡ് വില്ലേജിലെത്തിയപ്പോ അവര് വീണ്ടും എന്താ പറഞ്ഞത്? വാ കൈസ ബേട്ടാ ഹേ. ഇതെന്തൊരു മകനാണ്. പിതാ പൈദൽ ചൽ രഹാ ഹേ, ബേട്ട ഗദേ പർ ബൈഠാ ഹേ. എന്താ പറഞ്ഞത്? ഹൗ ഫൂളിഷ് ദീസ് പീപ്പിൾ. Son is sitting on the donkey and the father is walking.
ഒരു മകനുണ്ട്, മകൻ കയറി കഴുതപ്പുറത്ത് കയറി ഇരുന്നിട്ട് പോവാണ്. പാവം അച്ഛൻ, അയാളല്ലേ വയസ്സായിട്ടുള്ള ആള്, അയാള് നടക്കണ നോക്കൂ. യഹ് സുൻകർ സ്വാമി ഗദെ സെ ഉതർ ഗയ. അപ്പൊ ആദ്യം ആരാ കേട്ടത്? ഫസ്റ്റ് വില്ലേജ് പീപ്പിൾ പറഞ്ഞപ്പോ, പഹലെ വില്ലേജ് പീപ്പിൾ പറഞ്ഞപ്പോ രംഗൻ നെ സുന. ദിസ് ടൈം സ്വാമി നെ സുന. ഇത് കേട്ടതും സ്വാമി എന്താ ചെയ്തത്? ഗദെ സെ ഉത്തർ ഗയ, താഴെ ഇറങ്ങി, വേഗം കഴുതപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി. വാ പിതാ സെ ബോല, അച്ഛനോട് എന്താ പറഞ്ഞ? ബോല പറയ. ആപ് ഗദെ പർ ബൈഠ് ജായിയെ, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ കേട്ടില്ലേ, ഇത് എന്തൊരു മകനാണ്, അച്ഛനെ നടത്തണമെന്നുള്ളത്. വേഗം കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് എന്ത് പറഞ്ഞു? അച്ഛനോട് കഴുതപ്പുറത്ത് ഇരുന്നിട്ട് യാത്ര ചെയ്യാ പറഞ്ഞു. ഓക്കെ. തീസരെ ഗാവ് മേ ഏക് ഓർ വ്യക്തി മില. അപ്പൊ ഫസ്റ്റ് വില്ലേജിൽ നിന്ന് കേട്ടപ്പോ സ്വാമിനെ പിടിച്ചിരുത്തി. സെക്കൻഡ് വില്ലേജിൽ നിന്ന് സ്വാമി ഇറങ്ങിയിട്ട് അച്ഛനെ പിടിച്ചിരുത്തി. തേർഡ് വില്ലേജിൽ എത്തിയപ്പോ അവിടെയും ഒരാളെ കണ്ടു. അയാൾ എന്ത് പറഞ്ഞു? കൈസ ബാപ് ഹേ, ബേട്ട പൈദൽ ചൽ രഹാ ഹേ, ബാപ് ഗദെ പർ ബൈഠാ ഹേ. കൈസ ബാപ് ഹേ, ഇത് എന്തൊരു അച്ഛനാണ്. ബേട്ട പൈദൽ ചൽ രഹാ ഹേ, നോക്കൂ ആ കുട്ടി പാവം നടക്കണു. ആ ചെറിയ കുട്ടിയല്ലേ, അത് നടക്കണു നോക്കൂ. ബാപ് ഗദെ പർ ബൈഠാ ഹേ, അച്ഛൻ നോക്കൂ ആ കുട്ടീനെ നടത്തിയിട്ട് കഴുതപ്പുറത്ത് ഇരിക്കുകയാണ്. ഓക്കെ. ഫിർ ദോനോ ഹി ഗദെ പർ ബൈഠ് ഗേ. ഇത് കേട്ടപ്പോ ഇവരെന്ത് ചെയ്തു? രണ്ടുപേരും കഴുതപ്പുറത്ത് കയറി. ഓക്കെ. ആകെ ഏക് ഗാവ് ആയ, വീണ്ടും നെക്സ്റ്റ് വില്ലേജിലെത്തി. വഹാ ലോഗോ നെ കഹ കൈസെ ഇൻസാൻ ഹേ, എന്ത് മനുഷ്യന്മാരാണിത്. ഇൻസാൻ പറഞ്ഞ ഹ്യൂമൻ ബീയിങ്സ്. നമ്മൾ പറയില്ലേ എന്ത് മനുഷ്യരാ ഇത്, അല്ലെങ്കിൽ എന്ത് ആൾക്കാരാ ഇത്, അങ്ങനെ. കൈസെ ഇൻസാൻ ഹേ, ഏക് ഗദെ പർ ദോ തോ ലോഗ് ബൈഠേ ഹേ. പാവ ഒരു കഴുതപ്പുറത്ത് രണ്ടാളാണ് കയറിയിരിക്കുന്നത്. ബേചാര ഗദ തോ മർ ഹി ജായേഗ. പാവം കഴുത, ഈ രണ്ടാളും ഇങ്ങനെ പുറത്ത് കയറി യാത്ര ചെയ്ത അധികം ദൂരം പോവാൻ കഴുതയ്ക്ക് പറ്റില്ല, അത് മരിച്ചു പോവും. ഓക്കെ. അബ് ദോനോ സമജ് ഗയേ കി ലോഗ് കുച്ച് ന കുച്ച് കൽത്തെ ഹി രഹേഗേ. ഇതും കൂടി കേട്ടപ്പോഴാണ് അച്ഛനും മകനും ബുദ്ധി ഉപയോഗിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ആ ബുദ്ധി ഉദിക്കുക പറയില്ലേ നമ്മള്. ഇത്ര നേരം ആര് പറഞ്ഞാലും അതൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇതും കൂടെ കേട്ടുകഴിഞ്ഞപ്പോ സ്വയം ബുദ്ധി വന്നു. എന്താ മനസ്സിലായത്? ആൾക്കാര് പലതും പറയും. ഹമേ അപ്നി സമജ് കാ ഉപയോഗ കർണാ ചാഹിയേ. ആൾക്കാര് പലതും പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മളാണ് നമ്മളുടെ കോമൺ സെൻസ് അല്ലെങ്കിൽ നമ്മളുടെ അവരോൺ ഇന്റലക്ട് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ശരി ഏതാണ് അല്ലെങ്കിൽ നമ്മൾക്ക് തെറ്റ് ഏതാണ്, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്താന്നുള്ളത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ എല്ലാ ആൾക്കാരും പറയണതും കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വല്ലതും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വയം ചിന്തിക്കണം. ദൈവം അതിനാണ് നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നത്, അല്ലെ? നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് തന്നിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യണത് ശരിയാണോ തെറ്റാണോ, അത് സത്യമായിട്ടുള്ള കാര്യമാണോ അല്ലെങ്കിൽ നമ്മൾക്ക് അത് ചെയ്യാൻ പറ്റണതാണോ എന്നുള്ള തീരുമാനം ആരാ എടുക്കേണ്ടത്? നമ്മൾ തന്നെ എടുക്കേണ്ടത്. അല്ലാണ്ട് ഓരോരുത്തരുടെ അഭിപ്രായം എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. നമ്മള് ഒരാളുടെ കേൾക്കും കുറച്ചൊന്ന് ചെയ്യും, അന്ന് അത് ഫുള്ളാവോ? ഇല്ല. അടുത്തെത്തും, അടുത്ത ആൾ എന്ത് പറയും? അയ്യോ ഇങ്ങനെ എല്ലാട്ടാ ചെയ്യേണ്ടിയിരുന്നു. അപ്പൊ എന്ത് ചെയ്യും? ആദ്യം തൊട്ട് വേറെ കാര്യം ചെയ്യും. കുറച്ച് കഴിയുമ്പോ വേറൊരാൾ പറയും, അയ്യോ രണ്ടാള് പറഞ്ഞത് ശരിയായില്ല ഏട്ടാ, നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് തെറ്റായി, ഇത് ശരിയല്ല. അപ്പോഴാണ് ചില ആൾക്കാർ ചിന്തിക്കുക, ഓ ഇത്ര നേരം നമ്മൾ പൊട്ടത്തരാണല്ലേ ചെയ്തത്, ഇനി നിങ്ങൾ ആര് പറയണതും കേൾക്കാനില്ല, ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാന്ന്. അപ്പൊ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും എന്ത് കാര്യം കേട്ടാലും കണ്ടാലും നമ്മൾ ആദ്യം നമ്മളുടെ സ്വയം ബുദ്ധി ഉപയോഗിച്ചിട്ട് അത് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടുള്ള കാര്യമാണോ അല്ലാത്ത കാര്യമാണോ, അപ്പൊ അത് നമ്മൾ സ്വയം തീരുമാനിക്കണം. നമ്മളുടെ ബുദ്ധി, ദൈവം തന്നിട്ടുള്ള നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മളുടെ കാര്യങ്ങളെ തീരുമാനം എടുക്കണം. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ആൻഡ് യു എൻജോയ്ഡ് ദ സ്റ്റോറി. ഒരു പ്രാവശ്യം കൂടെ ടീച്ചർ വായിക്കാം, നിങ്ങളും ശ്രദ്ധിച്ചോളൂ. एक धोबी था रंगन, उसका बैठा था स्वामी, दोनों बाजार गए, एक गधा खरीदा, उसका नाम रखा रंगा,
तीनों अपने गांव की ओर चल पड़े। गांव बहुत दूर था। रास्ते में कई और गांव पड़ते थे, उन्हें पार करना था। पहले गांव में कुछ लोग मिले। उनमें से एक बोला, ये दोनों बेवकूफ है, साथ में गधा है, फिर भी पैदल जा रहे हैं। रेंगन ने सुना तो वह रुक गया। उसने स्वामी को गधे पर बिठा दिया। फिर वे दोनों दूसरे गांव पहुंचे। वहां एक आदमी बोला, यह कैसा बेटा है, पिता पैदल चल रहा है, बेटा गधे पर बैठा है। यह सुनकर स्वामी गधे से उतर गया। वह पिता से बोला, आप गधे पर बैठ जाइए। तीसरे गांव में एक और व्यक्ति मिला और बोला, कैसा बाप है, बेटा पैदल चल रहा है, बाप गधे पर बैठा है। फिर दोनों ही गधे पर बैठ गए। आगे एक गांव आया। वहां लोगों ने कहा, कैसे इंसान है, एक गधे पर दो दो लोग बैठे हैं, बेचारा गधा तो मर ही जाएगा। अब दोनों समझ गए कि लोग कुछ न कुछ कहते ही रहेंगे। हमें अपनी समझ का उपयोग करना चाहिए। Okay, so please read this lesson 2 or 3 times. എന്തിനാന്ന് വെച്ചാൽ അപ്പോഴേ നിങ്ങൾക്ക് അതിലുള്ള ക്വസ്റ്റ്യൻ, കിസ്നെ കഹ, ആരാ പറഞ്ഞത്, ये दोनों बेवकूफ थे എന്നുള്ളത്, പഹ്ലെ ഗാവ് കാ ആദ്മി അല്ലെ, ആദ്യത്തെ വില്ലേജിലെ ആദ്മിയാണ് അത് പറഞ്ഞത്. അപ്പൊ ടെക്സ്റ്റ് വായിക്കുക, ആദ്യം ഇത് കേൾക്കുക സ്റ്റോറി, അത് കഴിഞ്ഞ് നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ. ഓക്കെ, സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. Read the lesson 2 or 3 times, children. Okay, thank you.